വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു വ്ളോഗാണ്. ഞാൻ ഈ റൂമിലേക്ക് മാറിയതിന് ശേഷം എന്നും ഞാൻ വിചാരിക്കും ഈ റൂം ഒന്ന് ഡെക്കറേറ്റ് ചെയ്യണം. ഇത്രയും ദിവസമായിട്ടും എനിക്ക് അതിനുള്ളൊരു സമയം കിട്ടിയില്ല. സമയം കിട്ടില്ല എന്ന് പറയുന്നത് എനിക്കില്ല. ശരി, സമയം കിട്ടിയപ്പോൾ എനിക്ക് മടിയില്ലാത്തപ്പം എനിക്ക് സമയമില്ലാത്ത അവസ്ഥയായിരുന്നു. ഇന്ന് രണ്ടും കൂടി ഒത്തുവരുന്ന ഒരു ദിവസമായിട്ട് ഞാൻ കാണുന്നു. അതുകൊണ്ട് ഞാൻ രാവിലെ എണീറ്റു. ഇപ്പം കുറച്ച് ലേറ്റ് ആവട്ടോ നേരം വെളുക്കുന്നത്. ഒരുപാട് നേരത്തെ ഒന്നും എണീക്കാറില്ല. ആൻഡ് ഡിസംബർ ആയല്ലോ. ആൻഡ് എനിക്ക് ക്ലാസ്സുകളൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇനി എനിക്കൊരു പ്രസന്റേഷൻ 11th ബാക്കിയുണ്ട്. അത് കഴിഞ്ഞാൽ January 9 എനിക്കൊരു എക്സാം ഉണ്ട്. അതോടെ എൻ്റെ കോഴ്സിന്റെ വലിയൊരു പോർഷൻ കഴിഞ്ഞു. പിന്നെ എനിക്കുള്ളത് തീസസ് ആണ്. ഞാൻ ഒരു മിഡ് ആകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യും. പിന്നെ പറഞ്ഞ് നമ്മൾ സ്കിൻ കെയർ ചെയ്യാണ്. സ്കിൻ കെയറിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള എല്ലാ പ്രൊഡക്ട്സും ഞാൻ താഴെ ലിങ്ക് ചെയ്യാം. ആമസോണിൽ സെയിൽ നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ കുറെ കാലമായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് തന്നെ ഫോളോ ചെയ്യുന്ന പ്രൊഡക്ട്സ് ആണ്. മോസ്റ്റ്ലി ഞാൻ അത് എപ്പോഴും ലിങ്ക് ചെയ്യാറുണ്ട്. ലിബാം ഒക്കെ ഇട്ടു. എന്നിട്ട് ഞാൻ എൻ്റെ ജനലൊക്കെ തുറന്നിട്ടു. ജനലല്ലല്ലോ, ബ്ലൈൻഡ്സ് ഒക്കെ മാറ്റിയിട്ടു. ഞാൻ പറഞ്ഞല്ലോ ലേറ്റ് ആവും ഇപ്പം നേരം വെളുക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ ബെഡിൽ നിന്ന് എണീച്ചൊന്നും ഇങ്ങോട്ട് വരാൻ ഭയങ്കര മടിയാണ്. ചില ദിവസം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറില്ല കേട്ടോ. ഇപ്പം കഴിഞ്ഞ ദിവസം ഞാൻ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ അവിടെ ഗ്രനോള കണ്ടു. ഞാൻ കുറച്ച് ദിവസമായിട്ട് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചിരുന്നു. ബിക്കോസ് രാവിലെ എണീറ്റ് എന്ന് ഈ ബ്രെഡ് കഴിച്ച് മടുത്തു. അതുകൊണ്ട് ഇന്ന് ഞാൻ ഗ്രനോളയാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ പാല് ചൂടാക്കാൻ വെച്ചു. അതിലേക്ക് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ഫ്രൂട്ട് ആഡ് ചെയ്യാം. ഞാൻ അധിക ദിവസം ആഡ് ചെയ്തിട്ടുള്ളത് പഴമാണ്. പഴം എനിക്ക് ഇഷ്ടമാണ്. ഈ ഒരു ഫ്ലേവറിൽ എനിക്ക് ചേർന്ന് പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഈ ബ്രാൻഡിന്റെ ഗ്രനോളയും പഴമൊക്കെ ഇട്ടു. അതാണ് ഇന്നത്തെ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പം തന്നെ ഞാൻ പാത്രം കഴുകും കേട്ടോ. എടുത്ത പാത്രങ്ങൾ എന്താ വെച്ചാൽ അതൊക്കെ കഴുകി വെക്കും. അല്ലെങ്കിൽ പിന്നെ അത് അവിടെ ഇരുന്ന് ഉണങ്ങി പിന്നെ കോമൺ ആയിട്ടുള്ള ഏരിയ ആണല്ലോ. അങ്ങനെ ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ എടുത്തിട്ട് റൂമിലേക്ക് വന്നു. കുറച്ച് നേരം ഇന്നത്തെ ഡേ പ്ലാൻ ചെയ്ത് ഇന്ന് എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പം അതൊക്കെ പ്ലാൻ ചെയ്തു. ഇപ്പം ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ടു ഡു എഴുതുന്നത് നോഷനിലാണ്. അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്യാവേ. കാരണം ഞാൻ ഈ വർഷത്തേക്ക് വാങ്ങിയിട്ടുള്ള പ്ലാനറും ഡിജിറ്റലാണ്. ഞാനൊരു ഫിസിക്കൽ പ്ലാനർ ഈ പ്രാവശ്യം വാങ്ങിയിട്ടില്ല. പിന്നെ എൻ്റെ ലോണ്ടറി ബുക്ക് ചെയ്തു. അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് രാവിലെ ചെയ്തത്. അങ്ങനെ ഇന്നത്തെ ദിവസത്തിന് എൻ്റെ പ്ലാനിങ് ഏതാണ്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം പോകെ എന്തെങ്കിലും ഓർമ്മ വന്നാൽ ഞാൻ അതിൽ ആഡ് ചെയ്യും. എന്തെങ്കിലും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നാണെങ്കിൽ ചെയ്യില്ല. അത്ര തന്നെ എന്നൊരു വ്ളോഗ് എടുക്കല്ലേ. ഞാൻ വിചാരിച്ചു കുറച്ച് ലിപ്സ്റ്റിക് ഇട്ടേക്കാന്ന്. ഇത് ഫേസസ് കാനഡേൻ്റെ ആണ് കേട്ടോ. അത്യാവശ്യം ഡസ്കി സ്കിൻ ടോണൊക്കെ ചേരുന്നതാണ്. ഞാൻ കുറച്ചാണ് ഇപ്പോൾ ഇടുന്നത്. കണ്ടല്ലേ, ഞാൻ താഴെ ലിങ്ക് ചെയ്യാം കേട്ടോ. ആർക്കെങ്കിലും വാങ്ങിക്കണമെങ്കിൽ വാങ്ങിക്കാം. ആമസോണിൽ സെയിലൊക്കെ നടക്കുന്നുണ്ട് ഡിസംബറിൽ. സോ യെസ്, അപ്പോൾ ഇന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ജഗബുഗിയായിട്ടുള്ള ദിവസമൊന്നുമല്ല. വളരെ ചെറിയ കുഞ്ഞു കാര്യങ്ങൾ. ഞാൻ കുറച്ച് സ്ലോ ആയിട്ട് എടുക്കുന്ന ഒരു സൺഡേ ആണ്. ബട്ട് കുറച്ച് പ്രൊഡക്റ്റീവായിട്ട് ബട്ട് സ്ലോ ആയിട്ട്. അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം ഡിസംബർ 1 ഞാൻ വ്ളോഗ് ചെയ്യുന്നുണ്ടായിരുന്നു. ലാസ്റ്റ് ഇയർ ഞാൻ വ്ളോഗ്മസ് എന്തായാലും ചെയ്യുന്നുണ്ടായിരുന്നു. ഈ പ്രാവശ്യം അത് ചെയ്യുന്നില്ല. എനിക്ക് എന്നെ തന്നെ അങ്ങനെ സ്ട്രെസ് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാൻ അത് ചെയ്യുന്നില്ല. ഞാൻ ആലോചിക്കായിരുന്നു, അന്ന് ഫുൾ സ്നോ ആയി. ഇന്ന് റൂമെന്ന് നോക്കുമ്പോൾ ഈ റൂമല്ല, അന്ന് വേറെ റൂമാണ്. പക്ഷെ എന്നാലും സെയിം കൈൻഡ് ഓഫ് വ്യൂ ആ. ഫുൾ നമ്മളെ പാർക്കിംഗ് ലോട്ടിലും എല്ലായിടത്തും അപ്പാട് മഞ്ഞാണ്. ഇപ്പം ഇന്ന് മഞ്ഞില്ല, സൂര്യനും ഉണ്ട്. കോമഡി ആയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമായിരുന്നു ട്രീ ലൈറ്റിംഗ് സെറിമണി കേട്ടോ. അതിൻ്റെ ഒരു ബിറ്റ് ഞാൻ ഇവിടെ കൊടുക്കാം. 9, 7, 6, 5, 4, 3, 2, 1. Det var det som var knepet. കഴിഞ്ഞ വർഷം ഈ ദിവസമായിരുന്നു December 1 ട്രീ ലൈറ്റിംഗ് സെറിമണി. അത് ഞാൻ ചുമ്മാ പറഞ്ഞെന്നുള്ളൂ. സോ ഞാൻ ഈ ഇടയിൽ കുറച്ച് പ്രൊഡക്ട്സ് കാണിച്ചിട്ട് ആമസോണിൽ സെയിൽ നടക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഏതെങ്കിലും പ്രൊഡക്ട്സ് വാങ്ങിക്കണമെങ്കിൽ ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് ഞാൻ താഴെ ലിങ്ക് ചെയ്യാം. അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് പുതിയ പ്രൊഡക്ട്സും കൂടെ കാണിച്ചു തരാം. അപ്പോൾ എല്ലാത്തിൻ്റെയും ലിങ്ക് താഴെ ഉണ്ടാവും കേട്ടോ. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ആദ്യത്തേത് ഈ വാസ്ലിൻ്റെ ആണ് കേട്ടോ. ഡ്യൂയി റേഡിയൻറ്റ് സിറം ഇൻ ലോഷൻ ആണ്. സോ ഇതാണ് അതിൻ്റെ ഒരു പാക്കേജിങ്. നല്ല ഇങ്ങനെ സൂര്യൻ അടിക്കുമ്പോൾ ഇങ്ങനെ തിളങ്ങുന്നുണ്ട് അല്ലേ. റെനെ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിന്റെ ഗ്ലാസ് ഗ്ലോ പ്രീ മേക്കപ്പ് ഓയിലാണ്. മേക്കപ്പ് ഒക്കെ ചെയ്യുന്നതിന് മുന്നേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഓയിൽ. നമ്മളൊരു യൂഷ്വൽ സിറം യൂസ് ചെയ്യുന്നതിനേക്കാളും ഒരു മേക്കപ്പ് ഓയിൽ യൂസ് ചെയ്യുമ്പോൾ മേക്കപ്പിന്റെ ബേസ് ഒക്കെ കുറച്ചുകൂടെ നന്നായിട്ടിരിക്കും. അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു മേക്കപ്പ് ഓയിൽ. പിന്നെ എനിക്കിപ്പോൾ കറന്റ് ഇഷ്ടമുള്ള കുറച്ച് ബ്രാൻഡുകളിൽ ഒരു ബ്രാൻഡാണ് സെറ്റഫിൽ എന്ന് പറയുന്നത്. ഞാൻ കുറേ കാലമായിട്ട് സെറ്റഫിലിന്റെ ക്ലെൻസർ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. സെറ്റഫിലിന്റെ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇത് സെറ്റഫിലിന്റെ സൂത്തിങ് ഹൈഡ്രേറ്റിംഗ് ലോഷൻ ആണ്. ഇങ്ങനത്തെ ഒരു പാക്കിംഗ് ആണ് കേട്ടോ. എപ്പോഴും ഉണ്ടാകുന്ന കളർ വൈറ്റും ബ്ലൂ ആയിട്ടുള്ള ഒരു പാക്കിംഗ്. ഇനിയുള്ളത് രണ്ടെണ്ണം ലോറിയലിന്റെ പ്രൊഡക്ട്സ് ആണ്. ഇത് ലോറിയലിന്റെ എല്ലാവർക്കും അറിയായിരിക്കും. നമ്മളെ സീറമാണ് കേട്ടോ. എക്സ്ട്രാ ഓർഡിനറി ഓയിൽ സീറമാണ്. നമുക്ക് മുടിയിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു നല്ല സീറമാണ്. ഞാൻ ഇതിന്റെ മുന്നേയും യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് ആക്ച്വലി നല്ലൊരു സീറമാണ്. ചില സീറം യൂസ് ചെയ്യുമ്പോൾ എനിക്ക് തലവേദന വരുമായിരുന്നു. പക്ഷെ ഇതിന് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. ഇത് പണ്ട് ഒരുപാട് യൂട്യൂബിലൊക്കെ കണ്ടിട്ട് അങ്ങനെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നതാണ്. സോ ഇതാണ് നമ്മൾ അടുത്ത പ്രൊഡക്റ്റ്.
അടുത്തത് ലോറിയലിൻ്റെ തന്നെ ഒരു ലിവ് ഇൻ കണ്ടീഷണർ ആണ്. സോ എല്ലാ പ്രൊഡക്ട്സിൻ്റെയും ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അപ്പം ഞാൻ ഇന്ന് എഴുതി വെച്ചിട്ടുള്ള ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് നമ്മൾ ക്രിസ്മസ് ട്രീ സെറ്റപ്പ് ചെയ്യാന്നുള്ളതാണ്. പിന്നെ കഴിഞ്ഞ ദിവസം ഇവിടെ ഗ്രീൻ റൂം എന്ന് എനിക്കൊരു കുഞ്ഞൊരു ഷെൽഫ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ആൻസിൻ്റെ റൂമിലാണത്. അതൊക്കെ പോയി എടുത്തിട്ട് വരണം. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ അംഗം സ്റ്റാർട്ട് ചെയ്യാം. പറ്റുകയാണെങ്കിൽ ഇന്ന് റൂമും കുഞ്ഞതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. കാരണം വെളിച്ചുള്ള സമയത്ത് ഡെക്കറേറ്റ് ചെയ്താലും ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് അപ്പം തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. അതെ, നമുക്കങ്ങനെ റൂം ഡെക്കറേറ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. വീഡിയോ എടുത്ത് കുറേ ദിവസത്തിന് ശേഷമാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സൗണ്ടിൽ ചിലപ്പോൾ വ്യത്യാസം തോന്നുന്നുണ്ടാവും. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് എനിക്ക് തൊണ്ടവേദനയും ജലദോഷമൊക്കെ ആയിരുന്നു. സൗണ്ട് ഇപ്പോഴും അങ്ങോട്ട് റെഡി ആയിട്ടില്ല. അതുകൊണ്ടാണ് വീഡിയോ ഇടാൻ കുറച്ചൊരു വൈക്കുണ്ടായത്. ഇൻ ബിറ്റ്വീൻ എനിക്ക് പ്രസന്റേഷൻസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നു. ആദ്യം തന്നെ ഞാൻ എൻ്റെ റൂമിലെ വലിയ ജനലില്ലേ അതൊന്ന് നന്നായിട്ട് തുടച്ചെടുക്കുകയാണ്, വെള്ളം കൂട്ടി തുടച്ചെടുക്കുകയാണ്. ഇത് ഞാൻ ടെമ്മൂന്ന് കുറേ കാലം മുന്നേ വാങ്ങി വെച്ചതാണ്. എനിക്ക് തോന്നുന്നു 2 മാസം മുന്നേ ഞാൻ വാങ്ങിയതാണ്. അപ്പം ഇതിപ്പോഴാണ് ഒട്ടിക്കാൻ ഒരു സമയം കിട്ടിയത്. അപ്പം ഞാൻ ഇതെന്താന്ന് വെച്ചാൽ ഇങ്ങനെ സൺലൈറ്റ് അടിക്കുമ്പം റിഫ്ലക്ട് ചെയ്യുന്ന ഒരു അങ്ങനത്തെ ഒരു സ്റ്റിക്കറാണ് ബേസിക്കലി. അപ്പം സൺലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇന്ന് ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഞാൻ അതെല്ലാം കുറച്ച് സമയം എടുത്ത് ഒട്ടിച്ചു. ഫ്ലവർ പാറ്റേണിലാണ് കേട്ടോ ഞാൻ വാങ്ങിയത്. ഇതല്ലാണ്ട് ഒരുപാട് ഇപ്പോൾ സ്റ്റാറിൻ്റെ പാറ്റേൺ, വേറെ ആനിമൽസിൻ്റെ പാറ്റേൺ, അങ്ങനെ ഒരുപാട് പാറ്റേണിലുള്ളതുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ടത് ഈ ഒരു 3 ഫ്ലവർ പാറ്റേണിൽ വരുന്നതാണ്. ഞാൻ ചെയർ ഇട്ടിട്ടുണ്ട്. ചെയറിൽ കയറിയിട്ട് മെല്ലെ അത് ഒട്ടിച്ചു. ഞാൻ ആദ്യം വിചാരിച്ചത് ഞാനും ആൻസിയും കൂടെ ഡെക്കറേറ്റ് ചെയ്യാന്നുള്ളതായിരുന്നു. പക്ഷെ അവർക്ക് എന്തോ എക്സാംസ് വരുന്നതുകൊണ്ട് പിന്നെ ഞാൻ ഒറ്റയ്ക്ക് ചെയ്തു. അതിനുശേഷം കഴിഞ്ഞ വർഷം ഞാൻ എറിക് ഷാൽപ്പിന്ന് സെക്കൻഡ് ഹാൻഡ് ആയിട്ട് വാങ്ങിയിട്ടുള്ള ഒരു കുഞ്ഞ് ക്രിസ്മസ് ട്രീ ആണ്, ഒരു മിനി ക്രിസ്മസ് ട്രീ. കഴിഞ്ഞ വർഷം ഞാൻ ഇതിൻ്റെ തന്നെ വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം എൻ്റെ ഫസ്റ്റ് ക്രിസ്മസ് ട്രീ ആണ്. 25 ക്രൗൺസ് അങ്ങനെ എന്തിനാണ് ഞാൻ വാങ്ങിയത്. അതും അതിൻ്റെ മുകളിൽ തന്നെ കുറച്ച് ഡെക്കറേറ്റീവ് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഞാൻ കഴിഞ്ഞ വർഷം എറിക് ഷാൽപ്പിൽ നിന്ന് വാങ്ങിയതുകൊണ്ട് ഈ വർഷം ഞാൻ പുതുതായിട്ടൊന്നും വാങ്ങിയിട്ടൊന്നുമില്ല. അങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെയൊന്നും വാങ്ങിയിട്ടില്ല. കടയിൽ പോയി വാങ്ങിയിട്ടില്ല. ടെമ്മൂന്ന് ഞാൻ കുറച്ച് സാധനങ്ങൾ അത് അധികം അല്ലാത്ത ക്രിസ്മസ് തീമിൽ ഉള്ളതൊന്നുമല്ല. അങ്ങനെ പെട്ടെന്ന് തന്നെ നമ്മൾ ക്രിസ്മസ് ട്രീ ഒക്കെ സെറ്റപ്പ് ചെയ്തു. അപ്പോൾ ആൻസി ഫ്രീ ആന്ന് പറഞ്ഞു വേഗം ആൻസിന്റെ റൂമിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. തണുപ്പുണ്ട് കേട്ടോ. ഞാൻ എന്ത് വിചാരിച്ചിട്ടാണ് സോക്സ് പോലും ഇടാണ്ട് ഇറങ്ങിയെന്ന് അറിയില്ല. നൈറ്റ് ഡ്രസ്സിൻ്റെ മുകളിൽ ജസ്റ്റ് ജാക്കറ്റ് ഇട്ട് ഇറങ്ങിയതാണ്. ഇവിടേക്കാണ് ആൻസിൻ്റെ റൂമിലേക്ക്. അപ്പം എൻ്റെ ഒരു ഷെൽഫ് എനിക്ക് കിട്ടിയത് ഞാൻ അവിടെയാണ് വെച്ചത്. അപ്പോൾ അതെടുത്തിട്ട് നമുക്ക് നമ്മളെ റൂമിലേക്ക് വരാം. ആൻസി ഇപ്പോൾ ടൈം ഈസ് 11:30. കറക്റ്റ് 10:00 ഞാൻ റൂമിൽ നിന്ന് ആൻസിൻ്റെ അടുത്തേക്ക് ഇറങ്ങിയത്. അപ്പം നമ്മൾ ഇത്രയും സാധനങ്ങൾ അവളെ റൂമിൽ ഉണ്ടായിരുന്നതാണ്. അവളെ റൂമിൽ എന്ന് വെച്ചാൽ നമ്മൾ ഗ്രീൻ റൂമിൽ നിന്ന് എടുത്ത് അവളെ റൂമാണ് ഗ്രീൻ റൂമിനടുത്ത്. അതുകൊണ്ട് അങ്ങോട്ട് വെച്ചിരുന്നു. ഇതാണ് ഫസ്റ്റ് ഷെൽഫ്. അതിൻ്റെ തന്നെ 4 ഡ്രോയേഴ്സാണ് കേട്ടോ ഇത്. ആൻഡ് ഈ ഒരു ഗ്രീൻ എസ്തെറ്റിക് ആയിട്ടുള്ള ഒരു ഷെൽഫും കിട്ടിയിട്ടുണ്ട്. പിന്നെ കിട്ടിയതെന്ന് പറയുന്നത് ഇത് ഇന്ന് കിട്ടിയതാണ്. ആക്ച്വലി ഒരു ലാമ്പിൻ്റെ ഒരു സെറ്റാണ്. ഇതിനൊരു കവറിങ് ഇതും ഉണ്ട് കണ്ടോ, ഇങ്ങനെ ഉണ്ടാവും. ഇത് വെച്ചാൽ ബട്ട് ലാമ്പ് ആസസ് വർക്ക് ചെയ്യുന്നില്ല. അയ്യോ കിട്ടി. ലാമ്പ് ആസസ് വർക്ക് ചെയ്യുന്നില്ല. അപ്പം നമുക്കിത് ഇപ്പം ഇങ്ങനെ കിടക്കുന്ന റൂം ഒന്ന് വൃത്തിക്കും മെനക്കും ആക്കിയെടുക്കണം. കുറച്ച് ഞാൻ എൻ്റെ റൂമിലുള്ള സാധനങ്ങളൊക്കെ ഒതുക്കി കേട്ടോ. അപ്പോൾ വീട്ടിലൊന്ന് വിളിച്ചു. കുഞ്ഞൂസ് വന്നിട്ടുണ്ട്. ഒരു ദിവസം എന്തോ സൈലത്തൊന്ന് ലീവൊക്കെ കിട്ടി. അപ്പം അത് കഴിഞ്ഞപ്പം ശങ്കരേട്ടൻ വിളിച്ചു. ശങ്കരേട്ടനൊക്കെ ആൻസിയായിട്ട് ഗ്രീൻ റൂമിലുണ്ട്. പുതിയ വീടിൻ്റെ കീ ഒക്കെ കിട്ടി. പക്ഷേ നമുക്ക് വീടൊക്കെ കാണാൻ വേണ്ടിയിട്ട് പോവാം. ഇപ്പം നമ്മൾ നൈബേഴ്സാണ്. ദേവിക ഇവിടെ ഇല്ലെങ്കിലും നമ്മളെല്ലാം നൈബേഴ്സാണ്. ഇപ്പം എന്തായാലും പോയി നോക്കാം. എല്ലാവരും കൂടെ ഗ്രീൻ റൂമിലുണ്ട്. കുറച്ച് ട്രോളിയൊക്കെ ശങ്കരേട്ടൻ്റെ റൂമിലേക്ക് മാറ്റാനൊക്കെ ഉണ്ട്. അങ്ങനത്തെ കുറച്ച് എന്തൊക്കെയോ ചില്ലറ കാര്യങ്ങളുണ്ട്. ഇതാണ് കേട്ടോ ഗ്രീൻ റൂം. ഇവിടുത്തെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഈ ഗ്രീൻ റൂമിൽ ഇപ്പം നമുക്ക് റൂമിൽ നമ്മൾ മൂവ് ഔട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വേണ്ടാത്ത സാധനങ്ങൾ നമുക്ക് ഇവിടെ കൊണ്ടുവയ്ക്കാം. അപ്പം വേണ്ട ആവശ്യമുള്ള ആൾക്കാർക്ക് അത് അവിടെ നിന്ന് എടുക്കാം. ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ നമുക്ക് ഗ്രീൻ റൂമിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. നമുക്ക് വേണ്ടാത്ത സാധനങ്ങൾ നമുക്ക് അവിടെ കൊണ്ടുവയ്ക്കാനും പറ്റും. നമുക്ക് അവിടെ നിന്ന് കിട്ടിയ ഒരു സാധനം എടുത്തിട്ട് നമ്മൾ ശങ്കരേട്ടൻ്റെ റൂമിലേക്ക് പോയി. നമ്മളെ റൂം ഒന്ന് സെറ്റപ്പ് ചെയ്ത് ഞാൻ അവിടെ ഇരുന്ന് വീഡിയോ കോൾ ചെയ്യുന്നതിൻ്റെ ഇടയിലുണ്ട് ശങ്കരേട്ടൻ വിളിച്ചത്. അപ്പം അതുകൊണ്ട് നമ്മൾ പോയിട്ട് അവർ വീടൊക്കെ കണ്ടു, പുതിയ റൂമൊക്കെ കണ്ടു, കുറച്ച് സാധനങ്ങളൊക്കെ അങ്ങോട്ട് മാറ്റിയിട്ടു. ഇപ്പം സമയം 1:15 അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഫുഡ് കഴിക്കാമെന്നാ. ആക്ച്വലി എനിക്കത് അത്ര ഓക്കെ ആയിട്ടില്ല. ആ ഇട്ടതിൻ്റെ ഒരു പൊസിഷനൊന്നും എനിക്ക് അത്ര ഓക്കെ അല്ല. പിന്നെ ഒന്ന് ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചു എന്നുള്ളൂ. നമുക്ക് റൂം ഒന്നുകൂടി ഒന്ന് മാറ്റാനുണ്ട്. പിന്നെ ഇന്ന് 5 മണിക്ക് നമുക്കിവിടെ ക്രിസ്മസ് ഫീക്ക ഉണ്ട് കോറിഡോറിലോട്ടോ, ഫ്രണ്ട്സൊക്കെ ആയിട്ട്. അപ്പം അതിന് പോകണം. യെസ്, ഞാൻ എൻ്റെ ലഞ്ച് എടുത്ത് വന്നിട്ടുണ്ട്. ഇന്ന് ബിരിയാണിയാണ്. എനിക്ക് ചിക്കൻ ബിരിയാണി. ഞാൻ ഇന്നലെ വൈകുന്നേരം കുറച്ച് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയിരുന്നു രാത്രി കഴിക്കാൻ വേണ്ടിയിട്ട്. സോ അതാണ് ഇപ്പോൾ കഴിക്കുന്നത്. പെട്ടെന്ന് ഞാൻ കഴിക്കട്ടെ. എന്നിട്ട് കുറച്ചും കൂടെ ഒന്ന് റൂം അറേഞ്ച് ചെയ്യാനേ ഉള്ളൂ. പിന്നെ എന്നിട്ട് എനിക്ക് കുളിക്കണം, ഡെക്കറേറ്റ് ചെയ്യണം ഞാൻ വിചാരിച്ചിരുന്നു. അതിന് ടൈം ഉണ്ടാവുമോ എന്നുള്ളത് എനിക്കറിയില്ല. അതില്ലെങ്കിൽ എനിക്ക് രാത്രി ചെയ്യാമല്ലോ. അപ്പം അങ്ങനെയാണ് ഇപ്പോൾ ഉള്ള പ്ലാൻ.
സോ യെസ്, പെട്ടെന്ന് തന്നെ ഞാൻ കഴിക്കട്ടെ. ഞാൻ ഫുഡ് കഴിക്കുമ്പോൾ മോസ്റ്റ്ലി എന്തെങ്കിലും സിനിമയോ എന്തെങ്കിലും വെച്ചിട്ടാണ് കഴിക്കാറ്. ഇന്ന് ഞാൻ വിചാരിച്ചു അവനെ വിളിച്ചോക്കാം, നോക്കുമ്പോൾ അവൻ പുറത്ത് പോയതാണ്. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം സംസാരിച്ചു, ഓഡിയോ കോളായിട്ട് സംസാരിച്ചു. അങ്ങനെ പെട്ടെന്ന് തന്നെ ഫുഡ് കഴിച്ച് കഴിഞ്ഞു. എന്നിട്ട് നമ്മൾ നേരത്തെ അറേഞ്ച് ചെയ്തിച്ചില്ലേ റൂമിൽ, അതെനിക്ക് അത്ര തൃപ്തി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒന്നും കൂടെ അത് അറേഞ്ച് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അതെ 3:45 പുറത്തേക്ക് ഇരുട്ടായി തുടങ്ങി. അത്യാവശ്യം ഈ സൈഡ് ഞാൻ ഒതുക്കി. കണ്ടോ, നിങ്ങൾക്ക് ബാക്കിൽ കാണാം ഒരു കുഞ്ഞി ക്രിസ്മസ് ട്രീ ഒക്കെ നമ്മൾ കഴിഞ്ഞ കാലത്ത് തന്നെ സെറ്റ് ചെയ്തു. ഈ ഒരു ഷെൽഫിലും കുറച്ച് സാധനങ്ങൾ മറ്റതിനകത്ത് പഴയതിനകത്തുള്ളതൊക്കെ എടുത്തു വെച്ചു. പഴയത് കളഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ, അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. നിങ്ങൾ ടൈം ലാപ്സ് കണ്ടിട്ടുണ്ടാവുമല്ലോ. ഇനി ജസ്റ്റ് ഈ ടേബിളൊക്കെ ഒന്ന് തുടച്ച് അതൊക്കെ തന്നെയാണ് ലാപ്പൊക്കെ എടുത്ത് മാറ്റി വെക്കുക. പിന്നെ അതിൽ കുറേ ഇങ്ങനത്തെ ലൈറ്റ്സ് ഉണ്ടായിരുന്നു. ഇത് പിന്നെ ബോളിൻ്റെത്, പിന്നെ ഒരു ബൾബിൻ്റെത്. പക്ഷെ അതൊന്നും എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കൊരു ഐഡിയ കിട്ടുന്നില്ല. മുകളിലായിട്ട് ഇങ്ങനെ ഒരു ഏരിയ ഉണ്ട്, പക്ഷെ അവിടേക്ക് എനിക്ക് ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് എത്തില്ല. വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. പിന്നെ ഞാൻ ഇത് നിങ്ങൾക്ക് കാണുന്നുണ്ടോ, കാണിച്ചു ഈ ബാക്കിൽ വെച്ചിട്ടുള്ള ഇതില്ലേ, ഇത് അത് എത്രത്തോളം കാലം അങ്ങനെ നിൽക്കും എന്നുള്ളത് എനിക്കറിയില്ല. തൽക്കാലം ഞാൻ അങ്ങനെ വെച്ചതാണ്. കാരണം അതിനൊരു ഒട്ടൽ കുറവുണ്ട് അതിൻ്റെ ബാക്കിൽ അവർ തന്നിട്ടുള്ള. അത് ടെമൂന്ന് വാങ്ങിയതാണ്, വളരെ ചീപ്പായിട്ടുള്ളതാണ്. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇങ്ങനത്തെ ഒരു ബോർഡ് വേണമെന്ന് എസ്തെറ്റിക് വീഡിയോസ് ഒക്കെ കണ്ടിട്ട്. പക്ഷെ ഇത് വളരെ കുഞ്ഞാണ്, ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ വെച്ചു എന്നുള്ളൂ. സോ യെസ്, അതാണ്. വേഗം ഞാൻ എന്തൊക്കെയാണ് ഞാൻ പിന്നെ പറയുന്ന, ടേബിൾ ഒന്ന് തുടക്കട്ടെ. അങ്ങനെ നമ്മൾ റൂം മേക്ക് ഓവർ കഴിഞ്ഞു, ഏതാണ്ട് കഴിഞ്ഞു. ഈ സൈഡ് ഇങ്ങനെയാണ് കേട്ടോ ഇപ്പോൾ ഉള്ളത്. ഈ ഒരു ഷെൽഫും കുഞ്ഞ് ക്രിസ്മസ് ട്രീയും കുറച്ച് ക്രിസ്മസ് ഡെക്കോറും ഒക്കെ ആയിട്ട് അങ്ങനെ. പിന്നെ ഞാൻ ഈ ടേബിളിൻ്റെ ഇവിടെ ഇത് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് ഞാൻ ലൈറ്റ് ഇട്ടിട്ട് കാണിച്ചു തരാം. സോ ഇങ്ങനെയാണ് ഇവിടേക്കുള്ളത്. ഇത്രേ ചെയ്തിട്ടുള്ളൂ. പിന്നെ നമുക്ക് ആ ഒരു ലാമ്പിലുള്ള ബൾബ് വർക്ക് ചെയ്യുന്നില്ല. അപ്പം അതിനൊരു ബൾബ് വാങ്ങിയാൽ രാത്രി കുറച്ചും കൂടെ രസമുണ്ടാവും. പിന്നെ നമുക്കുള്ളത് ഇതാണ്, ഇങ്ങനത്തെ കുറച്ച് റൈസ് ലൈറ്റ്സും പിന്നെ ഈ ഒരു ബൾബിൻ്റെ ഒരു റൈസ് ബൾബാണ്. ഇതെന്താ പറയാന്നറിയില്ല. അപ്പം ഇത്രയും സാധനം കൂടെ എവിടെയെങ്കിലുമൊക്കെ നമുക്ക് ഒപ്പിക്കാൻ പറ്റുമെങ്കിൽ ഒപ്പിക്കാം. അപ്പം യെസ്, ഇന്ന് ഞാൻ വിചാരിച്ച അത്യാവശ്യം പണിയൊക്കെ കഴിഞ്ഞു. പിന്നെ നമ്മൾ അവിടെ ഒരു ഫ്രെയിം വെച്ചു. ഇതിങ്ങനെ ഇട്ടു. എക്സ്ട്രാ ഉണ്ടായിരുന്ന ഒരു ചെയർ ഇവിടെ വെച്ചു. യെസ്, അപ്പം അതാണ്. ഇനി ഞാൻ വേഗം ഓടിപ്പോയി മേല് കഴുകട്ടെ. 5 മണിയാകുമ്പോഴത്തേക്ക് കോറിഡോർ കിച്ചണിലെത്തണം. 4:50 ഒരു 10 മിനിറ്റിൽ ഞാൻ വേഗം പോയി കുളിച്ച് വരാം. അങ്ങനെ ഞാൻ കുളിച്ചിറങ്ങി, ഡ്രസ്സ് മാറി, ജീൻസ് എടുത്തിട്ടു. ഞാൻ അങ്ങോട്ട് ഒരു പാത്രം കഴുകാൻ വേണ്ടി പോയിരുന്നു. അപ്പോൾ പാട്രിക് അവിടെ ഓൾറെഡി ഇരിക്കുന്നുണ്ട്. അവൻ ഓൾറെഡി നേരത്തെ എത്തിയിട്ടുണ്ട്. അവൻ ഭയങ്കര ഏർലി ബേർഡ് ആണ്. സോ നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയി നോക്കാം. എല്ലാവരും ഇപ്പോൾ എത്തുമായിരിക്കും. Almonds and raisins in a drink. Can you put some? This is milk. What is it like? Take a Christmas list. അങ്ങനെ ഒരു 6:15 ആയപ്പോഴത്തേക്ക് ഞാൻ തിരിച്ച് റൂമിലെത്തി കേട്ടോ. 6:30 നല്ലായിരുന്നു. കുറച്ച് എല്ലാവരുമായിട്ട് ഇരുന്ന് കഥയൊക്കെ പറഞ്ഞു. എല്ലാവരും ഉണ്ടായില്ല, കോറിഡോറിലുള്ള എല്ലാവരും ഉണ്ടായില്ല. 4-5 പേരുണ്ടായിരുന്നു. നമ്മൾ ഗ്ലോഗൊക്കെ കുടിച്ചു. പിന്നെ കുറച്ച് നേരം ഇരുന്ന് കഥ പറഞ്ഞു. പിന്നെ കുറച്ച് ക്രിസ്മസ് അവരുടെ സ്വീഡിഷ് ട്രഡീഷണൽ ആയിട്ടുള്ള കുറച്ച് സ്നാക്സ് അല്ലെങ്കിൽ എന്താ പറയുക അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ കഴിച്ചു. അതൊക്കെ തന്നെ അങ്ങനെയാണ് ഉണ്ടായത്. ഓൾസോ നമ്മൾ റൂം ഇന്ന് നമ്മൾ ഫൈനലി ഇങ്ങനെയൊക്കെ ആയിട്ടുണ്ട്. ആൻഡ് ഇത് നമ്മൾ രാവിലെ സെറ്റപ്പ് ചെയ്തേന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയി. ബിക്കോസ് കുറച്ച് കഴിഞ്ഞപ്പം ഓരോന്നോരോന്നായിട്ട് വീഴാൻ തുടങ്ങി. അപ്പോൾ പിന്നെ ഞാൻ എടുത്തിട്ട് ഡബിൾ സൈഡ് ടേപ്പ് തന്നെ വെച്ചിട്ട് ഒട്ടിച്ചു. രാവിലെ ഞാൻ വേറൊരു കുഞ്ഞൊരു ടേപ്പ് വെച്ചായിരുന്നു ഒട്ടിച്ചത്. ഓൾസോ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായില്ലേ ഇതിൻ്റെ ബൾബ് വർക്ക് ചെയ്യണില്ല എന്ന്. പക്ഷേ ആക്ച്വലി ഇതിന് ഇവിടെ ഇങ്ങനെ ഒരു സാധനം, ഇങ്ങനെ ഒരു ബൾബ്, ബൾബ് അല്ലല്ലോ, സ്വിച്ച് ഉണ്ടായിരുന്നു. അപ്പോൾ ആ സ്വിച്ചിലിട്ടിട്ട് ഞെക്കുമ്പോൾ അതാവുന്നുണ്ടായിരുന്നു. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായില്ല. ഞാൻ ജസ്റ്റ് കൊണ്ടുപോയിട്ട് പ്ലഗിൽ കണക്ട് ചെയ്തു. ആ സ്വിച്ചാണ് ഓൺ ആക്കിയത്. അപ്പം ഇത് ഓൺ ആക്കണേ, ഇപ്പോൾ ഞാൻ ശ്രദ്ധിച്ചില്ല. അപ്പം നമ്മളെ ലാമ്പും വർക്ക് ചെയ്തു. അങ്ങനെ നമുക്ക് ഗ്രീൻ റൂമിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഈ ഒരു ലാമ്പ്, ആ ഒരു ഷെൽഫ്, ആ ഒരു എന്താ പറയുക, രണ്ടും ഷെൽഫ് തന്നെയാണ്. ഒന്നൊരു ക്ലോസ്ഡ് ഷെൽഫ്,
ഒന്നൊരു ഓപ്പൺ ഷെൽഫ് അങ്ങനെയാണ്. ഇനി എന്താ ഇനിയിപ്പം യെസ് അങ്ങനെ പ്രത്യേകിച്ച് ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്യാനില്ല. ഇനി ഞാൻ വിചാരിച്ചിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ചെയ്തു. എനിക്കൊരു കുരു വന്നിട്ടുണ്ട്, അത് പെട്ടെന്ന് വന്നതാണ്. പിന്നെ ഞാൻ പറ്റുകയാണെങ്കിൽ കുറച്ച് നേരം എന്തെങ്കിലും ഇരുന്ന് വരയ്ക്കാമെന്നൊക്കെ വിചാരിക്കാം. ആൻഡ് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഡിസംബർ 1 ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഈ മന്ത്. അറ്റ് ദ സെയിം ടൈം എനിക്ക് കുറച്ച് വിഷമമുണ്ട്. യൂഷ്വലി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു മാസമാണ്. ഇപ്രാവശ്യം വലിയ വ്യത്യാസമൊന്നുമില്ല. വൈ? ബിക്കോസ് എന്താണെന്ന് എനിക്കറിയില്ല, എന്തായിരിക്കും, ഐ ഡോണ്ട് നോ. എനിക്കിഷ്ടമാണ് ക്രിസ്മസും ക്രിസ്മസ് ഫ്രണ്ടും സ്റ്റാറും ക്രിസ്മസ് ട്രീയും അങ്ങനത്തതൊക്കെ. അപ്പോൾ ഞാൻ പറയാൻ വന്നത്, എൻ്റെ കോഴ്സ് കഴിയും ഈ മാസം ഒരു 20 എൻ്റെ കോഴ്സ് കംപ്ലീറ്റ്ലി കഴിയും. പിന്നെ എനിക്ക് ജാൻ മുതൽ ജൂൺ വരെ ഉണ്ടാവില്ല, ജൂൺ ഒരു മിഡ് വരെ തീസിസ് ആയിരിക്കും. അപ്പോൾ കോഴ്സൊക്കെ കഴിഞ്ഞ് എല്ലാം ഇനിയിപ്പോൾ ഒരു സ്റ്റഡി വിസിറ്റ് വരുന്നുണ്ട് ഇൻ 2 days. അപ്പോൾ അത് ലാസ്റ്റ് സ്റ്റഡി വിസിറ്റ് ഓഫ് മൈ കോഴ്സാണ്. ഇപ്പോഴും ഞാനിങ്ങനെ വ്ളോഗ് മസിലും അല്ലാണ്ടൊക്കെ വീഡിയോസ് നോക്കുമ്പോൾ ഫസ്റ്റ് സ്റ്റഡി വിസിറ്റിന് പോയ വ്ളോഗൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പം ആ ഒരു സ്റ്റുഡൻറ്റ് ലൈഫ് കഴിയാൻ പോകാന്നുള്ള ഒരു എന്താ പറയുക, റിയാലിറ്റി ഇങ്ങനെ ഹിറ്റാവുന്നു. കുഴപ്പമില്ല. പിന്നെ വേറൊരു കാര്യം, ഞാൻ ആക്ച്വലി ഒരു പ്ലാനർ പർച്ചേസ് ചെയ്തു. ഓൺലൈനായിട്ടുള്ളത്, ഡിജിറ്റലാണ്. അത് ഏതാണെന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിലേക്ക് കാണിക്കാം. പക്ഷെ ഞാൻ അതിൻ്റെ ഒരു കുഞ്ഞ് ബിറ്റ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു. ഞാൻ എന്നിട്ട് ഗുഡ് നോട്ട്സിലേക്ക് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കത് നോക്കാം. സോ ഇതാണ് എൻ്റെ പ്ലാനർ. കൂടുതൽ കാണിക്കുന്നില്ല, നല്ല ക്യൂട്ടായിട്ടുള്ളൊരു പ്ലാനറാണ്. ഞാൻ കഴിഞ്ഞ വർഷം ഈ ഒരു പ്ലാനർ ഇങ്ങനെ നോട്ടം വിട്ട് വെച്ചിരുന്നു. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് എത്രത്തോളം ഡിജിറ്റൽ പ്ലാനിങ് വർക്ക് ആവുമെന്ന് മനസ്സിലായില്ല, ഒരു ഐഡിയ ഉണ്ടായില്ല. ഇപ്രാവശ്യം എനിക്ക് ഉറപ്പായി. കാരണം ഞാനിപ്പോൾ ട്രിപ്പ് പോയപ്പോഴാണെങ്കിലും ചില ദിവസമൊക്കെ ആണെങ്കിലും രാവിലെ എണീക്കുമ്പം സമയമില്ലെങ്കിൽ പിന്നെ അത് ദിവസം ഞാൻ പ്ലാനറിൽ യൂസ് ചെയ്യുന്നില്ല. അപ്പം കൂടുതലായിട്ടും ഞാൻ നോഷൻ തന്നെയാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഓക്കെ നൗ ഇറ്റ്സ് ദ ടൈം ഡിജിറ്റലിലേക്ക് കംപ്ലീറ്റ്ലി സ്വിച്ച് ചെയ്യാമെന്നൊക്കെ വിചാരിച്ച് അങ്ങനെയാണ് ഈ പ്രാവശ്യം ആക്കിയത്. ആൻഡ് ഓൾമോസ്റ്റ് ഒരു സാധാ ഫിസിക്കൽ പ്ലാനർ വാങ്ങുന്ന അത്രയൊക്കെ തന്നെ റേറ്റ് ആണ് വരുന്നത്. ഇതിനിപ്പം ഒരു INR പറയുകയാണെങ്കിൽ ഒരു 1600 1700 ഒക്കെ ആയി. ഞാനിപ്പോൾ ഇവിടുന്ന് കൊടുത്തപ്പോൾ ഒരു 210 സെക്കാണ് എനിക്കിപ്പം എൻ്റെ അക്കൗണ്ടിൽ പോയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫ്ലിപ്പ് ത്രൂ അല്ല, ഞാൻ വേറൊരു ഇതിൽ ഞാൻ എൻ്റെ ഫസ്റ്റ് മന്തോ അല്ലെങ്കിൽ വിഷൻ ബോർഡൊക്കെ സെറ്റപ്പ് ചെയ്യുന്നതുണ്ടെങ്കിൽ ഞാനത് ആഡ് ചെയ്യാം. നല്ല രസമുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാനിങ്ങനെ കുറേ നേരമായിട്ട് ഇത് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, പിന്നെ എന്താ വിശേഷം? അപ്പം അതൊക്കെ തന്നെയാണ് ഇന്നത്തെ നമ്മളെ വ്ളോഗ് എന്ന് പറയുന്നത്. ഇനി ഞാൻ കുറച്ച് നേരം ഇരുന്നിട്ട് ചിലപ്പോൾ ഞാൻ വരയ്ക്കും, ചിലപ്പോൾ ഞാൻ അമനെ വിളിക്കും, എന്നിട്ട് ഞാൻ കിടന്നുറങ്ങും. ഇപ്പോൾ പറയുമ്പോൾ 6:30 ആയിട്ടുള്ളത് വെച്ചാൽ ഇനി പെട്ടെന്ന് സമയങ്ങൾ പോകും. ആൻഡ് വളരെ സ്ലോ ആയിട്ട് ഈ മന്ത് എടുക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ ജാൻ മുതൽ തീസിസ് തുടങ്ങുന്നതുകൊണ്ട് തന്നെ ഒരു സ്ലോ മന്തായിട്ട് എടുത്താൽ എനിക്ക് കുറച്ചൊന്ന് റിലാക്സ് ചെയ്തിട്ട് തീസിസിലേക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ട്. യെസ്. വേറൊരു സംഭവമുണ്ട്. എനിക്ക് വേറെ ഒരു സാധനം കിട്ടി കേട്ടോ ഗ്രീൻ റൂമിൽ നിന്ന്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, എന്നിട്ട് നിങ്ങൾ എനിക്ക് വല്ല ഐഡിയ ഉണ്ടെങ്കിൽ സജസ്റ്റ് ചെയ്യൂ. ഇത് ആക്ച്വലി വരുന്നില്ല. ഇത് നമ്മളെ സാധാ ഫ്രെയിമാണ്, ബട്ട് ഗ്ലാസ് ഇല്ല, അതിൻ്റെ ഗ്ലാസ് പൊട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിക്കുന്നത് എനിക്ക് 2-3 ഐഡിയ ഉണ്ട്. ഇതിപ്പം ഇങ്ങനെ ഇവിടെ വെക്കുകയാണെങ്കിൽ നമുക്കിങ്ങനെ ടു ഡു അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് വെക്കാം ഒന്നെങ്കിൽ. അല്ലെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഒരു മാഗ്നറ്റിക് സ്റ്റിക്കർ എന്തെങ്കിലും ഒട്ടിച്ചാൽ ഈ നമ്മളെ ഫ്രിഡ്ജ് മാഗ്നറ്റ് ഒക്കെ ഇല്ലേ, ആ മാഗ്നറ്റ്സ് ഒക്കെ വേണേൽ കൊണ്ട് ഒട്ടിക്കാം. അതും അല്ലെങ്കിൽ സാധാ ഒരു ഫോട്ടോ ഈ ഒരു സൈസിൽ പ്രിൻറ്റ് ചെയ്താൽ അത് നമുക്ക് ചുമ്മാ ഫോട്ടോ ഇതിൻ്റെ മുകളിൽ ഒട്ടിച്ചിട്ട് അതും ഒട്ടിക്കാം. അപ്പോൾ ഇത് 3 അല്ലാണ്ട് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഐഡിയ അത് കണ്ടിട്ടുണ്ടെങ്കിൽ അതൊന്ന് പറയൂ കേട്ടോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ജാനാകുമ്പോഴത്തേക്ക് ഇവിടെ എവിടെയെങ്കിലും വേണമെങ്കിൽ നമുക്ക് ഈ പോർഷനിലായിട്ട് സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ റൂമിൻ്റെ അവിടെയായിട്ട് സെറ്റ് ചെയ്യാം, എവിടെ വേണമെങ്കിലും സെറ്റ് ചെയ്യാം. ഓൾസോ ഇതും എനിക്ക് ഗ്രീൻ റൂമിൽ നിന്ന് കിട്ടിയിട്ട് കുറേ സാധനം ഉണ്ട് എൻ്റെ ഗ്രീൻ റൂമിൽ നിന്ന് കിട്ടി. ഇതും ഇങ്ങനെ നമുക്കിങ്ങനെ സാധനങ്ങളൊക്കെ ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ട് ഇവിടെ ഞാൻ കുറച്ച് എൻ്റെ ബാഗുകൾ ഡിസ്പ്ലേയിൽ ഇട്ടതാണ്. നല്ല ലൈറ്റ് ഉണ്ട് ഇല്ല ആക്ച്വലി ഈ റൂമിൽ. ഇതും പുതിയ റൂമിലേക്ക് മാറിയപ്പോൾ ലാമ്പ് ആക്ച്വലി ഒരു ഗ്രീൻ റൂമിൽ നിന്ന് കിട്ടിയതാണ്. പക്ഷെ അതിൻ്റെ പഴയ കോറിഡോർ മേറ്റ് തന്നെ വെച്ചിട്ടുണ്ടായിരുന്നതാണ്. പിന്നെ വേറെ എന്തായിരുന്നു, പിന്നെ 1-2 സാധനം കൂടി ഉണ്ട് നമുക്ക് ഗ്രീൻ റൂമിൽ നിന്ന് കിട്ടിയത്. സോ ഞാൻ വേറൊരു കാര്യം മെൻഷൻ ചെയ്യാനുള്ളത്, കുറേ പേരൊക്കെ ഇവിടേക്ക് വരുന്നവരും അല്ലെങ്കിൽ ഓൾറെഡി ഇവിടെ പഠിക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളെ ലൊക്കാലിറ്റിയിലും ഉണ്ടാകും ഗ്രീൻ റൂംസ്. നമുക്ക് കുറച്ച് സസ്റ്റൈനബിൾ ആയിട്ട് സാധനങ്ങൾ കിട്ടാനൊക്കെ നല്ലൊരു ഓപ്ഷനാണ്. സോ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സോ യെസ്, ദാറ്റ്സ് ഇറ്റ്. അതാണ് നമ്മൾ ഇന്നത്തെ ഒരു കുട്ടി വ്ളോഗ്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. എന്തൊക്കെ വീഡിയോസ് വേണം എന്നുള്ളത് പറയട്ടെ. എന്തായാലും വ്ളോഗ്മസ് ഒന്നുമില്ല, നിങ്ങൾ എന്തായാലും ഡിസംബർ മിഡൊക്കെ ആകുമ്പോഴേക്കും ഈ വീഡിയോ കാണുന്നത്. പക്ഷേ എന്തായാലും ഇനി എന്തൊക്കെ വീഡിയോസ് വേണം, ജനുവരിയിലൊക്കെ എന്തൊക്കെ വീഡിയോസ് വേണം എന്നൊക്കെ പറയാം. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാം. സോ ബൈ.